സാധനങ്ങൾ വാങ്ങുമ്പോൾ കടക്കാരൻ തരുന്ന ബില്ല് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ എന്തിനാ എന്ന് കരുതി നമ്മൾ സതങ്ങ് കളയുകയാണ് പതിവ്. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പാർട്ട് 3-ൽ നമ്മൾ ചർച്ച ചെയ്ത എക്കണോമിക്കൽ ഗുഡ്സിന്റെ വിവിധ വശങ്ങളും ആ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന സാമ്പത്തിക വശങ്ങളും നമ്മൾ കണ്ടതാണ്. ഒപ്പം ഒരു ഉപഭോക്താവെന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും, അതായത് കൺസ്യൂമർ ആക്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ആ നിയമം ഏതെങ്കിലും ഒരു പേപ്പറിൽ ഒതുങ്ങുന്നതല്ല. യഥാർത്ഥത്തിൽ ഒരു ഉപഭോക്താവിന് ചൂഷണം നേരിടേണ്ടി വരുമ്പോൾ ഈ നിയമം എങ്ങനെയാണ് അവനൊരു കവചമാകുന്നതെന്നും ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ സമീപിക്കേണ്ട കൺസ്യൂമർ കോർട്ടുകൾ അഥവാ ഉപഭോക്തൃ കോടതികളുടെ ഘടനയും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്നും ജില്ലാതലം മുതൽ മുകളിലേക്ക് നീളുന്ന ആ സംവിധാനം എങ്ങനെയൊക്കെയാണ് ഒരു സാധാരണക്കാരന് നീതി ഉറപ്പാക്കുന്നതെന്നും നമുക്ക് ഈ ഒരു പാർട്ടിലൂടെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. സോ ദിസ് ഈസ് സോഷ്യോ ബാച്ച് നമ്പർ 1 പാർട്ട് 4 ഫൈനൽ പാർട്ട്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, അല്ല എങ്കിൽ CCPA, ഇത് കൺസ്യൂമർ റൈറ്റ് വയലേഷൻ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് ലെവൽ പബ്ലിക് ഇൻട്രസ്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നടപടികൾക്ക് പ്രധാന റെഗുലേറ്ററി റോൾ വഹിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു കൺസ്യൂമർ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് പരിഹരിക്കുന്ന ഒരു കോസി ജുഡീഷ്യൽ മെക്കാനിസമാണ് CCPA എന്നറിയപ്പെടുന്നത്. അതായത് വലിയ തോതിൽ കൺസ്യൂമർ റൈറ്റ് വയലേഷൻ നടക്കുകയോ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങിയവൾക്കെതിരെ റെഗുലേറ്ററി എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ എടുക്കുന്ന ഒരു അതോറിറ്റിയാണ് CCPA എന്നറിയപ്പെടുന്നത്. ഈ CCPAക്ക് എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനും ആവശ്യമായ സാഹചര്യങ്ങളെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നടപടികൾ സ്വീകരിക്കുവാനും മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റിനെതിരെ നടപടിയെടുക്കുവാനും ഹാംഫുൾ ഗുഡ്സ് സംബന്ധിച്ച് റീകോൾ, റീഫണ്ട് പോലുള്ള നടപടികൾ ഡയറക്ഷൻ നൽകുവാനും നിയമപരമായിട്ടുള്ള പവറുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കമ്പനി അത് പലതരത്തിലുള്ള കൺസ്യൂമേഴ്സിനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ CCPAയുടെ റോൾ വളരെയധികം പ്രധാനമാണ് ആ സമയത്ത്. അപ്പോൾ ഇതാണ് CCPA എന്നറിയപ്പെടുന്നത്. ഇതാണ് CCPAയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്നറിയപ്പെടുന്നത്. അടുത്തതായിട്ട്, എന്താണ് കൺട്രോൾസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്നറിയപ്പെടുന്നത്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്നത് കൺസ്യൂമറിനെയും അൺഫെയറായി തെറ്റിദ്ധരിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന ബിസിനസ് പ്രാക്ടീസാണ്. ഉദാഹരണമായിട്ട്, ഇപ്പോൾ 999 മാത്രമെന്ന് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ചെക്കൗട്ട് സമയത്ത്, അതായത് നമ്മൾ സാധാരണ സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഹിഡൻ ചാർജസും കൂടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ചേർക്കുന്നു. ഇത്തരം പ്രാക്ടീസസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോയുടെ പരിധിയിൽ വരാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്നറിയപ്പെടുന്നത്. തെറ്റിദ്ധരിപ്പിക്കുക. ആദ്യം ഒരു പ്രൈസ് പറയുന്നു, എന്നാൽ ചെക്കൗട്ട് സമയത്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ എക്സ്ട്രാ ചാർജസും കൂടെ, ആവശ്യമില്ലാത്ത ചാർജസുകളെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ തുക വാങ്ങിക്കുന്നു. ഇതൊരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അതുപോലെ തന്നെയാണ് സിംപ്ലിഫൈസ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. എന്താണ് ഇത് കൊണ്ട് അർത്ഥമാക്കുന്നത്? കൺസ്യൂമർ കംപ്ലയിൻറ്റ്സ് പരിഹരിക്കുന്നത് കൂടുതൽ അക്സസിബിൾ ആക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഏത് തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായാലും അതിനെ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ സിംപ്ലിഫൈഡായി എന്ത് ചെയ്യുക, പരിഹരിക്കുക. 2019 ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിൽ മീഡിയേഷൻ, ഓൺലൈൻ ഫില്ലിംഗ്, സിംപ്ലിഫൈഡ് അഡ്ജഡിഷൻസ് തുടങ്ങിയവ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നു. കൺസ്യൂമേഴ്സിന് റെസിഡൻസ് വർക്ക് ജൂറിഡിക്ഷൻ അടിസ്ഥാനമാക്കി കംപ്ലൈൻറ്റ് ഫില്ലിംഗ് സൗകര്യവും നിയമത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, നൽകിയിരിക്കുന്നു. അടുത്തതായിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മളിന്ന് സാധാരണ രീതിയിലേക്ക് വൈഡായിട്ട് കാണപ്പെടുന്നതാണ് അഡൾട്രേറ്റഡ് ഗുഡ്സ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മായം ചേർക്കുക. അപ്പോൾ കൂടുതലായിട്ടുള്ള ലാഭം കൊയ്യുന്നതിന് വേണ്ടി ബിസിനസ്സിൻ്റെ ഒരു തന്ത്രമാണ് ഈ പറയുന്ന അഡൾട്രേറ്റർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മായം ചേർക്കുക. ഇത് പണിഷബിളാണ്. സോ അഡൾട്രേഷൻ സാധനത്തിൽ ക്വാളിറ്റി കുറയ്ക്കുന്ന തരത്തിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻഡേർഡ് സബ്സ്റ്റാൻസൽ ചേർക്കൽ, അതായത് വളരെയധികം സ്പ്യൂരിയസ് ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആക്കി ഇതിനെ എന്ത് ചെയ്യുക, മാറ്റുക. നമ്മൾ അറിയുന്നില്ല, ഉപഭോക്താക്കളോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവും എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. ജെനുവിൻ പ്രോഡക്റ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജ പ്രോഡക്റ്റിനെ വിപണിയിലേക്ക് ഇറക്കുക. ഇവ കൺസ്യൂമേഴ്സിൻ്റെ ഹെൽത്തിനും സേഫ്റ്റിക്കും വളരെയധികം എന്താണ്, അപകടകരമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അഡൾട്രേറ്റ്സ് ഗുഡ്സുകളെ പൂർണ്ണമായിട്ടും വിപണിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ത് ചെയ്യുന്നു, ഇങ്ങനൊരു നിയമം കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ആക്ട് ഇത്തരം വയലേഷനെതിരെ ശക്തമായിട്ടുള്ള പ്രൊവിഷൻസ് കൺസ്യൂമേഴ്സുകൾക്ക് നൽകുന്നുണ്ട്.
അടുത്തതാണ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻ്റ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും 100% ഗ്യാരണ്ടീഡാണ്, നമ്പർ 1 പ്രോഡക്റ്റാണ്, ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. പ്രധാനമായിട്ട് ഈ ക്രീമുകൾ നമ്മൾ സാധാരണയായിട്ട് മുഖത്ത് ഉപയോഗിക്കുന്ന, നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്ന ക്രീമുകൾക്കൊക്കെ ഇൻസ്റ്റൻറ്റ് റിസൾട്ടായിട്ടാണ് അവർ പറയുന്നത്. അതായത് ഇതിനൊക്കെ ക്ലെയിം വരാം, പ്രധാനമായിട്ട് ഇതൊക്കെ വളരെ പ്രൊട്ടക്ഷൻ ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ് തരുന്നു. കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് ചെന്ന് വീഴുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് വൻകിട ലാഭമാണ് കൊയ്യാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ക്ലെയിമിംഗ് മിസ്ലീഡിംഗ് ആണെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ എന്ത് വരും, ബാധകമാകും. നമ്മളൊരു ക്രീം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, എന്നാൽ പ്രത്യേക തരത്തിലുള്ള അതിനൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്സസീവ് ലഭിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ കൺസ്യൂമർ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. 2019 ആക്ട് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റിനെതിരെ ശക്തമായിട്ടുള്ള ഫ്രെയിം വർക്ക് നൽകുകയും CCPIക്ക് നടപടി എടുക്കാനുള്ള റോൾ നൽകുകയും ചെയ്യുന്നു. ആൻഡ് ദെൻ കൺസ്യൂമർ എഡ്യൂക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത്. കൺസ്യൂമർ നിയമം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഈ കൺസ്യൂമറിൻ്റെ അവൻ്റെ അവകാശം എന്താണെന്ന് പ്രധാനമായിട്ടും നമുക്ക് അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ കൺസ്യൂമർ എഡ്യൂക്കേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവെയർനെസ് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ പലതരത്തിലുള്ള ഒരു ലൂപ്പുകളിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള കെണികളിലും നമ്മൾ വീഴാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. കാരണം വളരെയധികം ബിസിനസ് മൈൻഡ് സെറ്റുള്ള ഒരു വിപണിയാണ് നമ്മുടെ വിപണി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഡൾട്രേഷനോ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളോ നമ്മൾ നേരിടേണ്ടതായിട്ട് വരാം, പ്രധാനമായിട്ടും ഓൺലൈനൊക്കെ ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു അറിവ് നമുക്കില്ല എങ്കിൽ ആ പറയുന്ന ലൂപ്പിൽ നമ്മൾ ചെന്ന് വീഴാനുള്ള സാഹചര്യം വളരെയധികം കൂടുതൽ ആണ്. അപ്പോൾ ഇവയാണ് CCPIയുടെയും അതിൻ്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകളെയും കുറിച്ച് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളെയും കുറിച്ച്, ഫെയർ ആൻഡ് സേഫ് മാർക്കറ്റ് പ്ലേസസുകളെയും കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കൺസ്യൂമർ റൈറ്റ്സ്, നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. അതായത് നമ്മളൊരു ബിസ്ക്കറ്റ് വാങ്ങുമ്പോഴും വസ്ത്രം വാങ്ങുമ്പോഴും മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോഴും നമ്മളൊരു കൺസ്യൂമറായിട്ട് മാറുന്നു. പക്ഷേ കൺസ്യൂമർ എന്ന നിലയിൽ നമുക്ക് ചില അവകാശങ്ങളുണ്ട്. അതിനെയാണ് കൺസ്യൂമർ റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൺസ്യൂമർ റൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത് ഉപഭോക്താവിനെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ്. അതിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാവുന്നതാണ് സുരക്ഷയ്ക്കുള്ള അവകാശം, അല്ലെങ്കിൽ റൈറ്റ് ടു സേഫ്റ്റി. നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ നമ്മുടെ ജീവനും ആരോഗ്യത്തിനും അപകടകരമായിട്ട് മാറരുത്. ഉദാഹരണത്തിന് നമ്മളൊരു ഇലക്ട്രോണിക്സ് അപ്ലയൻസ് വാങ്ങുകയാണെങ്കിലോ, ഒരു LPG റിലേറ്റഡ് പ്രോഡക്ട്സ് വാങ്ങുകയാണെങ്കിലോ, ഫുഡ് പ്രോഡക്ട്സ് വാങ്ങുകയാണെങ്കിലോ, മെഡിസിനോ വെഹിക്കിൾസോ എന്ത് തന്നെ ആയാലും ഇവയൊക്കെ സുരക്ഷിതമായിരിക്കണം. ഒരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ളതാണെങ്കിൽ കൺസ്യൂമറിൻ്റെ റൈറ്റ് ടു സേഫ്റ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്നു. അതായത് ഡേഞ്ചറസ് ഗുഡ്സ് ആൻഡ് സർവീസസിൽ നിന്ന് പ്രൊട്ടക്ഷൻ, ആ പ്രൊട്ടക്ഷനാണ് റൈറ്റ് ടു സേഫ്റ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, റൈറ്റ് ടു ചൂസ്. കൺസ്യൂമേഴ്സിനെ ഒരു സാധനം നിർബന്ധിച്ച് വാങ്ങിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡ്, ക്വാളിറ്റി, പ്രൈസ് എന്നിവയിൽ നിന്ന് കൺസ്യൂമേഴ്സിന് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയണം. ഒരു കടയിൽ പോകുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ ബ്രാൻഡ് തന്നെ വാങ്ങണം, മറ്റൊന്നില്ല എന്ന് നിർബന്ധിക്കുന്നത് ശരിയായ കൺസ്യൂമർ ചോയ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഫ്രീഡം ടു ചൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ദ കോമ്പറ്റീറ്റീവ് പ്രൈസ്. നമുക്ക് ഏതൊരു സാധനവും സ്വാതന്ത്ര്യപരമായിട്ട് ചൂസ് ചെയ്യാനും അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ട്. അത് നമുക്ക് അക്സസിബിൾ ആയിട്ടുള്ള പ്രൈസ് ആവാം, അല്ലെങ്കിൽ കൂടുതലാവാം, എന്ത് തന്നെ ആയാലും വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് ഏതൊരു സാധനവും ചൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ആൻഡ് റൈറ്റ് ടു നോ, വിവരമറിയാനുള്ള പൂർണ്ണമായിട്ടുമുള്ള അവകാശം. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ് റൈറ്റ് ടു നോ എന്നറിയപ്പെടുന്നത്. ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് കൺസ്യൂമറിന് അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, പ്രൈസ്, അതുപോലെ തന്നെ പ്യൂരിറ്റി എന്നിവ അറിയാനുള്ള പൂർണ്ണമായിട്ടുമുള്ള അവകാശത്തെയാണ് റൈറ്റ് ടു നോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു പാക്കേജ്ഡ് ഫുഡ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലേബിൾ നോക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ MRP എത്രയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ക്വാളിറ്റി എത്രയാണ്, എക്സ്പയറി ഡേറ്റ്, ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ നോക്കുന്ന ആളുകളാണ്, എന്നാൽ അത് നോക്കാത്ത വ്യക്തികളുമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മുടെ ഒരു കൺസ്യൂമർ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അറിയാതെ വാങ്ങാനായിട്ട് നമുക്ക് ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാവരുത്.
അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം അല്ലെങ്കിൽ അറിഞ്ഞതിന് ശേഷം പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് സാധിക്കണം. അടുത്തതായിട്ട് പ്രധാനമായിട്ടും പറയുന്നതാണ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. എന്താണ് ഈ റിഡ്രസൽ കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് കൺസ്യൂമറിന് അൺഫെയർ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് കാരണം നഷ്ടമുണ്ടായാൽ അതിന് പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്. അതായത് 20,000 കൊടുത്തിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെന്ന് ചിന്തിക്കുക. പ്രോഡക്റ്റ് ഡിഫക്റ്റീവാണ്, അതിപ്പോൾ ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, സെല്ലറിന് പരിഹരിക്കുന്നില്ല. അത് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി തീരുന്നതിന് മുമ്പ് അതിന് എന്തെങ്കിലും ഡിഫക്റ്റീവ് പറ്റിയാൽ നമ്മൾ സെല്ലറിൻ്റെ വാങ്ങിച്ച സ്ഥലത്ത് അത് കൊണ്ടുകൊടുക്കുമ്പോൾ അവരത് പരിഹാരം നൽകുന്നില്ല. അപ്പോൾ കൺസ്യൂമറിന് അപ്രോപ്രിയേറ്റ് കൺസ്യൂമർ റിഡ്രസൽ മെക്കാനിസം ഉപയോഗിച്ച് പരാതി നൽകാനായിട്ട് സാധിക്കും. അതായത് റിഡ്രസൽ മീൻസ് എന്താണ് അർത്ഥമാക്കുന്നത്? പരിഹാരം തേടൽ. അതുപോലെ തന്നെയാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കൺസ്യൂമറായി നമുക്ക് റൈറ്റ്, റെസ്പോൺസിബിലിറ്റി, ലോ, സേഫ് ആൻഡ് പർച്ചേസിംഗ് പ്രാക്ടീസസ് എന്നിവയെക്കുറിച്ച് അറിവ് നേടാനുള്ള പൂർണ്ണമായിട്ടുമുള്ള അവകാശമുണ്ട്. അതായത് അവകാശം അറിയാത്ത കൺസ്യൂമറിനെ അവകാശം പ്രയോഗിക്കാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ വേണം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മളെ അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സ്കാം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ബിസിനസ് വേൾഡ് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ പ്രധാനമായിട്ടും കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അടുത്തതാണ് സ്ട്രക്ചർ കൺസ്യൂമർ കമ്മീഷൻസുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അതായത് നമുക്ക് ഏതൊരു പ്രോബ്ലവും നമുക്ക് വരികയാണെങ്കിൽ, നമ്മുടെ മാർക്കറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വരികയാണെങ്കിൽ നമുക്ക് അതിനെതിരെ പരാതി കൊടുക്കുവാനുള്ള അവകാശമുണ്ട്. ഇവിടെ 1 കോടി മുതൽ 10 കോടി വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന പല കേസുകളും നമുക്ക് നിയമപരമായിട്ട് നേടിയെടുക്കാനുള്ള അവകാശമുണ്ട്. ഇതൊരു പഴയ സിസ്റ്റമാണ്. ഈ സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ കോർട്ടിൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഡിസ്ട്രിക്ട് കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻസ്, അതുപോലെ നാഷണൽ കമ്മീഷൻ, NCDRC, എബൌട്ട് 10 കോർ എന്ന് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ അപ്പെക്സ് ബോഡി എന്നറിയപ്പെടുന്ന സുപ്രീം കോടതി വരെ നമുക്ക് കൺസ്യൂമർ കോർട്ടുകൾ കേസുകൾ കൊടുക്കാനുള്ള അവകാശം ഉണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കൺസ്യൂമർ ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ 3 ടയർ കോസി ജുഡീഷ്യൽ മെക്കാനിസം ഇന്ന് പുതിയ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷൻ 50 ലക്ഷം മുതൽ 1 കോടി വരെയും, അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് കമ്മീഷൻസ് എന്നറിയപ്പെടുന്നത് 2 കോടിക്ക് മേലെയും, അതായത് 10 കോടി അല്ലെങ്കിൽ അതിന് മേലെയോ, അല്ലെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ NCD, അത് 10 കോടിക്ക് മേലെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ ഒരു കേസ് പരിഹരിക്കാനുള്ള അവകാശം ഉണ്ട്. അപ്പോൾ ഡിസ്ട്രിക്റ്റ് എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 കോടി, 50 ലക്ഷം മുതൽ 1 കോടി വരെ. സ്റ്റേറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത് 1 കോടി മുതൽ 10 കോടി വരെ. നാഷണൽ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് എബോവ് 10 കോർ. നമുക്ക് സുപ്രീം കോടതിയെ നോക്കുകയാണെങ്കിൽ അതൊരു അപ്പെക്സ് അതോറിറ്റിയാണ്. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് അതോറിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിലെ. പക്ഷേ കൺസ്യൂമർ കമ്മീഷൻ ഹൈറാർക്കി പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, നാഷണൽ കമ്മീഷൻസുകളെയാണ്, അല്ലെങ്കിൽ കോർട്ടുകളെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. നാഷണൽ കമ്മീഷൻ്റെ ഓർഡറിനെതിരെ നിയമപ്രകാരം സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതിന് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് കോടതികളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് റിലാക്സേഷൻ കിട്ടാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യയിൽ കൺസ്യൂമർ റൈറ്റ്സിലൂടെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രോഡ് ആൻഡ് റെമഡീസ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഇത് വളരെ നല്ല ഒരു ടീച്ചിങ് പോയിൻ്റാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. കൺസ്യൂമർ ഫ്രോഡ് എന്നത് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങിയപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, എംപ്ലോയ്മെൻറ്റ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ, ബാങ്കിങ് തുടങ്ങിയ പല മേഖലകളിലും ആളുകൾക്ക് വഞ്ചന സംഭവിക്കുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രമല്ല വഞ്ചന ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രോഡ് ഉണ്ടാകുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തെറ്റായിട്ടുള്ള റെക്കഗ്നേഷൻ, അപ്രൂവൽ കാണിച്ച് സ്റ്റുഡൻറ്റിൽ നിന്ന് പണം വാങ്ങുന്നു. അപ്പോൾ അപ്രോപ്രിയേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, കൺസ്യൂമർ ഓർ ലീഗൽ മെക്കാനിസം വഴി പരാതി നമുക്ക് നൽകേണ്ടി വരാം. അതുപോലെ തന്നെയാണ് ഹെൽത്ത് കെയർ ഫ്രോഡുകൾ എന്നറിയപ്പെടുന്നത്. തെറ്റായ ക്ലെയിംസ്, മിസ്ലീഡിംഗ് മെഡിക്കൽ സർവീസ് തുടങ്ങിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം. ഇത്തരം വിഷയങ്ങൾ ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ അതോറിറ്റീസ്, പ്രൊഫഷണൽ റെഗുലേറ്ററി മെക്കാനിസം, കൺസ്യൂമർ മെക്കാനിസം തുടങ്ങിയ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലെങ്കിലും നമ്മൾ പരാതികൾ കൃത്യമായ രീതിയിൽ നൽകുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് റിസൾട്ട് ഉണ്ടാകാൻ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ലോകം തന്നെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫ്രോഡ് ആക്ടിവിറ്റിയാണ് ജോബ് അബ്രോഡ് ഫ്രോഡ്സുകൾ എന്നറിയപ്പെടുന്നത്. വിദേശത്ത്
വലിയ സാലറിയുള്ള ജോബ് നമുക്ക് ഗ്യാരണ്ടി നൽകി നമ്മളിൽ നിന്ന് തട്ടിപ്പുകൾ ഇരയാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജോബ് നൽകാതിരിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അതായത് നമ്മളെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കും, നമുക്ക് ഗ്യാരണ്ടി നൽകും, പക്ഷേ എന്ത് നൽകുന്നില്ല, നമുക്ക് ജോബ് നൽകുന്നില്ല. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ജോബ് അബ്രോഡ് ഫ്രോഡ്സുകൾ എന്നറിയപ്പെടുന്നത്. ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ഓഫ് എമിഗ്രൻസ്, ബന്ധപ്പെട്ട അധികാരികൾ, പോലീസ്, ലീഗൽ മെക്കാനിസം എന്നിവ സാഹചര്യം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പരാതികൾ നൽകുവാനായിട്ടുള്ള സാഹചര്യം ഇന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓൺലൈൻ ഫ്രോഡ് എന്നറിയപ്പെടുന്നത്. ഓൺലൈൻ ഫ്രോഡ് എപ്പോഴും എന്താണ്, ഓൺലൈൻ ട്രാൻസാക്ഷണൽ ഫ്രോഡുകൾ ഉണ്ടായാൽ അപ്രോപ്രിയേറ്റ് സൈബർ ക്രൈം ആൻഡ് പോലീസ് റിപ്പോർട്ടിംഗ് മെക്കാനിസം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. പിന്നെ സാധാരണയായിട്ട് എല്ലാ തരത്തിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓൺലൈൻ എന്നറിയപ്പെടുന്നത്. അത് മണി ട്രാൻസാക്ഷൻ ആവട്ടെ, മറ്റു തരത്തിലുള്ള എന്ത് മാർക്കറ്റിംഗ് സിസ്റ്റം ആവട്ടെ, അവിടെ ചതിക്കുഴികൾ ഉണ്ടാകാൻ സാഹചര്യം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അതിന് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡവും വിദ്യാഭ്യാസവും നമുക്ക് അതിന് ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് ബാങ്കിങ് ഫ്രോഡുകൾ എന്നറിയപ്പെടുന്നത്. ബാങ്കിങ് കംപ്ലയിൻസുകൾക്ക് ആദ്യം ബാങ്കിങ് ഗ്രീവൻസ് മെക്കാനിസം നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അതിന് പരിഹാരം ലഭിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ RBIയുടെ കംപ്ലയിൻറ്റ് മെക്കാനിസം ഉണ്ട്, അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതൊരു ഫ്രെയിം വർക്കാണ് ഓംബുഡ്സ്മാൻ എന്നറിയപ്പെടുന്നത്. അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓംബുഡ്സ്മാനെ പ്രധാനമായിട്ട് നമുക്ക് ഇൻഷുറൻസിൻ്റെയൊക്കെ അതോറിറ്റി ഏതെങ്കിലും ചീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഓംബുഡ്സ്മാന് പരാതി നൽകുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഇതിലേറ്റവും പ്രധാനമായിട്ടും ഒന്ന് പറയാവുന്നതാണ് IPC 420 എന്നറിയപ്പെടുന്നത്. ജോബ് അബ്രോഡിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒന്ന് വിട്ടതാണ് 420 എന്നറിയപ്പെടുന്നത്. ആക്ച്വലി 1 ജൂലൈ 2024 മുതൽ ഭാരതീയ ന്യായ സംഹിത BNS നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, 2023 പ്രാബല്യത്തിൽ വരികയാണ്. ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ ക്രിമിനൽ ലോ ഫ്രെയിംവർക്കിന് എന്ത് ചെയ്യുകയാണ്, മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതായത് IPC 420 എന്നറിയപ്പെടുന്നത് ഒരു പഴയ റെഫറൻസ് അതേപടി പഠിപ്പിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് നേടാതെ ഫ്രോഡ് ചീറ്റിംഗ് സംബന്ധിച്ച ക്രിമിനൽ ലോ പ്രൊവിഷൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സേഫർ എന്നറിയപ്പെടുന്നത്. 420 ഇല്ല എന്നല്ല, പക്ഷേ ഇന്ന് അതിനെ മാറ്റിയിട്ട് ക്രിമിനൽ ലോ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഫ്രോഡ് ചീറ്റിംഗ് സംബന്ധിച്ച ഒരു ക്രിമിനൽ ലോ ആയിട്ട് ഇന്ന് ഈ നിയമം എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. 420 എന്നറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ലോ തന്നെയാണ്, പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെയൊക്കെ ഒരു അഡ്വക്കേറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സും കൂടെ നമുക്ക് കൺസ്യൂമേഴ്സുകൾക്ക് നൽകിക്കൊണ്ട് അതിനെ കുറച്ച് നല്ല ബെനിഫിഷ്യറി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ടും 420 എന്നറിയപ്പെടുന്നത് നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള കൺസ്യൂമേഴ്സിന് വളരെ പ്രൊട്ടക്റ്റീവ് നൽകുന്ന ഒരു നിയമസംഹിതയായിട്ട് ഇന്നത്തെ നിയമം എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഫ്രോഡ് ആൻഡ് റെമഡീസുകൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ആൻഡ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? പ്രൊട്ടക്റ്റ് കൺസ്യൂമർ റൈറ്റ്സ്. കൺസ്യൂമർ റൈറ്റ്സ് എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും സംരക്ഷിക്കുക. ക്രിയേറ്റ് അവയർനെസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. കൺസ്യൂമേഴ്സിന് റൈറ്റ്സ് മാത്രമല്ല അർത്ഥമാക്കുന്നത്, റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സാധനം, ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് ചീറ്റ് ചെയ്യപ്പെട്ടു, സ്കാം നമ്മൾ അകപ്പെട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കയ്യിലും കുറേയധികം എന്തുണ്ട്, തെറ്റുകളുണ്ട്. അപ്പോൾ ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ നമുക്കും നമ്മുടെ മാർക്കറ്റിനകത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്നറിയപ്പെടുന്നത്? ഒന്നാമത്തത് ബില്ല് വാങ്ങുക. രണ്ടാമത്തത് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് എക്സ്പയറി ഡേറ്റ് നോക്കുക, MRP പരിശോധിക്കുക. അതുപോലെ തന്നെ വാറൻറ്റി ടേംസ് വായിച്ചു നോക്കുക. തെറ്റായിട്ടുള്ള പ്രോഡക്റ്റ് കണ്ടാൽ എന്ത് ചെയ്യുക, പരാതി നൽകുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓരോ കൺസ്യൂമേഴ്സുകളും വഹിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസുകൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഓൺലൈൻ ട്രേഡ് സേഫ്റ്റി. ഇന്നത്തെ കാലത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും പ്രോഡക്റ്റുകൾ തന്നെയാണോ അല്ലെങ്കിൽ നമ്മൾ കണ്ട പ്രോഡക്റ്റാണോ നമുക്ക് കിട്ടിയതെന്നോ വാങ്ങിയതെന്നോ, സെല്ലർ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ശരിയാണോ, പ്രൈസ്, ടേംസ്, റിട്ടേൺ പോളിസി എന്നിവ എന്താണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ അത് പരിശോധന നടത്തണം. അതുപോലെ തന്നെയാണ് എത്തിനിക്കൽ മാർക്കറ്റ് പ്രാക്ടീസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എൻഷുർ. മാർക്കറ്റിൽ ഹോണസ്റ്റി, ട്രാൻസ്പെറൻസി, ഫെയർ ഡീലിംഗ് എന്നിവ വളർത്തുകയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആൻഡ് അവയർനെസ് ഓഫ് ലോ. കൺസ്യൂമർ പ്രൊട്ടക്റ്റ് ആക്ട് പോലുള്ള നിയമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്കെപ്പോഴും എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ആൻഡ് കൺസ്യൂമർ ജസ്റ്റിസ്.
കൺസ്യൂമറിനെ അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായാൽ ജസ്റ്റിസ് ആൻഡ് റിഡ്രസൽ നമുക്ക് എന്ത് ചെയ്യണം, ലഭിക്കണം. അതാണ് കൺസ്യൂമർ ജസ്റ്റിസ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാകുന്നത്. അവസാനമായിട്ട് പറയുന്നതാണ് ജാഹോ ഗ്രാഹക് ജാഹോ എന്നറിയപ്പെടുന്നത്. അതായത് വേക്കപ്പ് കൺസ്യൂമർ. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മളെ പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. ജാഹോ ഗ്രാഹക് ജാഹോ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധം ഓരോ കൺസ്യൂമേഴ്സിനും ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഇതാണ് ജാഹോ അതുപോലെ തന്നെ ഗ്രാഹക് ജാഹോ കൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാകുന്നത്. ഇതൊരു കൺസ്യൂമർ അവെയർനെസ് ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ഈ ജാഹോ ഗ്രാഹക് ജാഹോ കൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, നമുക്കൊരു ബോധവൽക്കരണം കൃത്യമായ രീതിയിൽ ഉണ്ടാകുക, ഓൺലൈൻ വ്യാപാരത്തിലെ സുരക്ഷ കൃത്യമായിട്ട് പരിഹരിക്കുക, അതുണ്ടാവുക, വ്യാപാര രീതികൾ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കുക. എങ്കിലേ നമുക്ക് അതിനെതിരെ പ്രൊട്ടക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നീതി ഉറപ്പാക്കൽ, പിന്നെ അതിൻ്റെ പ്രധാനമായിട്ട് വരുന്ന ക്യാമ്പയിനിൽ പങ്കാളികളാവുക. ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ അവസാന പാർട്ടിൽ നമ്മൾ പഠിക്കാനായിട്ട് എന്ത് ചെയ്യുന്നത്, ശ്രമിച്ചത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കൺസ്യൂമർ കോർട്ടുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ റൈറ്റ്സുകളെക്കുറിച്ച് നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ ഈ 4 പാർട്ടിൽ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ഒരു ടീച്ചിങ് നോട്ട് പോലെ നൽകിയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തിനും നമുക്ക് അടുത്ത ഓരോ ചാപ്റ്റേഴ്സുകളും കൃത്യമായ രീതിയിൽ നമുക്ക് ഇതേപോലുള്ള രീതിയിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഏതെങ്കിലും നോട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കുക. അത് നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.